أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അപ്പോൾ സൂറത്തു നസ്ർ 8ാം ക്ലാസ്സിലെ തസ്കിയയിലെ 11ാമത്തെ പാഠം സൂറത്തു നസ്റാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, താങ്കൾക്ക്. അപ്പോൾ ഇദാ ജാ വന്നാൽ, നസ്റുല്ലാഹി അള്ളാഹുവിൻ്റെ സഹായം, വൽ ഫത്ഹു മക്കാ വിജയവും. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായവും മക്കാ വിജയവും വന്നാൽ, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, സംഘം സംഘമായി ജനങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുന്നതായി അങ്ങ് കാണുകയും ചെയ്താൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, ഫസബ്ബിഹ് അങ്ങ് എന്ത് ചെയ്യുക, പരിശുദ്ധനാക്കണം റബ്ബിനെ, ബിഹംദി റബ്ബിക അങ്ങയുടെ റബ്ബിനെ സ്തുതിക്കലോടുകൂടി അങ്ങ് എന്ത് ചെയ്യുക, തസ്ബീഹ് ചൊല്ലുക, പരിശുദ്ധനാക്കുക അള്ളാഹുവിനെ. വസ്തഗ്ഫിർഹു റബ്ബിനോട് പൊറുക്കൽ തേടുക. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും അള്ളാഹു കൂടുതൽ തൗബ സ്വീകരിക്കുന്നവനാണ് എന്നാണ് ഇതിൻ്റെ ഏകദേശ അർത്ഥം. ഇനി മക്കാനത്തു ഹാദി സൂറത്ത്, ഈ സൂറത്തിൻ്റെ സ്ഥാനം. ഹാദി സൂറത്തു, ഈ സൂറത്ത് തുസമ്മ, അതിന് പേര് പറയപ്പെടും സൂറത്ത് നസ്ർ, സൂറത്ത് നസ്ർ എന്നും, സൂറത്ത് തൗദി എന്നും, സൂറത്ത് ഇദാജ, സൂറത്ത് ഇദാജ. അപ്പോൾ 3 പേരായി. സൂറത്ത് നസ്ർ, സൂറത്ത് തൗദി, സൂറത്ത് ഇദാജ എന്നൊക്കെ പേരുണ്ട്. 3 പേര്. തൗദി എന്ന് വെച്ചാൽ വിടവാങ്ങൽ സൂറത്ത്, അതായത് ഖുർആനിൽ അവസാനമായിട്ട് സൂറത്തായിട്ട് ഇറങ്ങിയത് ഇതാണെന്നാണ് ആ നിലക്ക്. ഇനി വഹാദി സൂറത്ത് ഇഖ്ബാറൻ ബിൽ ഗൈബ്, ഈ സൂറത്ത് അദൃശ്യകാര്യം കൊണ്ടുള്ള വാർത്തയാണ്. വഹാദി സൂറത്ത്, ഈ സൂറത്താവുന്നത് ഇഖ്ബാറൻ വാർത്ത അറിയിക്കലാണ്, ബിൽ ഗൈബി അദൃശ്യകാര്യം കൊണ്ട് വാർത്ത അറിയിക്കലാണ് ഈ സൂറത്ത്. അതെങ്ങനെ, ഫഖദ് ഹദ്ദസത്ത്, ഈ സൂറത്ത് വാർത്ത പറഞ്ഞു, അൻ ഫതഹി മക്കത്ത, മക്ക വിജയത്തെപ്പറ്റി, അതുപോലെ തന്നെ വന്തിഷാറിൽ ഇസ്ലാമി, ഇസ്ലാം വ്യാപിക്കുന്നതിനെ പറ്റിയും, എവിടെ, ഫീൽ ജസീറത്തിൽ അറബിയ, അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാം വ്യാപിക്കുന്നതിനെ പറ്റിയും, ഖബല വുഖൂഇഹിമ, ഇത് രണ്ടും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ വാർത്ത അറിയിച്ചു. അതായത് മക്ക വിജയം ഉണ്ടാകുന്നതിന് മുമ്പും ഇസ്ലാം അറേബ്യൻ ഉപദ്വീപിലൊക്കെ വ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സൂറത്ത് വാർത്ത അറിയിച്ചല്ലോ. അപ്പോൾ ഫഹുവ മിൻ അലാമിൻ നുബുവത്തി, അപ്പോൾ ഇതെന്താണ്, നുബുവത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഫഖദ് വഖാ കമാ അഖ്ബറൽ ഖുർആൻ, അപ്പോൾ ഖുർആൻ പറഞ്ഞതുപോലെ ഇത് സംഭവിച്ചു. അപ്പോൾ എന്തായി, ഇത് നബിതങ്ങളുടെ നുബുവത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഈ സൂറത്ത്, ഈ സംഭവങ്ങൾ. ഫതഹ റസൂലുള്ളാഹി മക്കത്തുൽ മുക്കറമ, മക്കത്തുൽ മുക്കറമയെ, മക്കയെ റസൂലുള്ള ഫതഹാക്കി. സനത സമാന മിനൽ ഹിജ്റത്തി, ഹിജ്റ 8ാം വർഷം, ബിലാ ഖത്ലിൻ വലാ കിതാലിൻ, കൊലയോ യുദ്ധമൊന്നും കൂടാതെ തന്നെ നബിതങ്ങൾ എന്ത് ചെയ്തു, മക്ക ജയിച്ചു, മക്ക വിജയിപ്പിച്ചു, മക്ക ഫതഹാക്കി. മക്ക എന്നുള്ളത് ആസിമത്തുൽ അറബി, അറബികളുടെ തലസ്ഥാനമാണ്. ഉമ്മുൽ ഖുറ, പട്ടണങ്ങളുടെ മാതാവ്, അല്ലെങ്കിൽ എന്താണ്, ഗ്രാമങ്ങളുടെ മാതാവാണ്. ഫിഹാ ബൈത്തുല്ലാഹിൽ ഹറാം, അവിടെയാണ് അള്ളാഹുവിൻ്റെ ബൈത്തുൽ ഹറാം ഉള്ളത്, മസ്ജിദുൽ ഹറാം ഉള്ളത് അവിടെയല്ലേ, പരിശുദ്ധമായ അള്ളാഹിൻ്റെ ബൈത്തുള്ളത് അവിടെയാണ്. വബി ഫതഹി മക്ക ഇർതഫഅത് റായത്തുൽ ഇസ്ലാമി, ഇനി മക്ക വിജയത്തോടുകൂടി എന്തൊക്കെ സംഭവിച്ചു, വബി ഫതഹി മക്കത്ത, മക്ക വിജയത്തോടുകൂടി ഇർതഫഅത് റായത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പതാക ഉയർന്നു. വൽമഹല്ലത്ത് മില്ലത്തുൽ അസ്നാം, ബിംബങ്ങളുടെ മതം അപ്രത്യക്ഷമായി. വദഖലൻ നാസ് അഫ്വാജൻ ഫീ ദീനിൽ ഇസ്ലാമി, ഇസ്ലാമിൽ ജനങ്ങൾ എന്ത് ചെയ്തു, സംഘം സംഘമായിട്ട് കടന്നു പ്രവേശിച്ചു. വന്തസറഫിൽ ബിലാദിൽ അമ്നു വസ്സലാമു, നാടുകളിൽ ശാന്തിയും സമാധാനവും വ്യാപിച്ചു. അപ്പോൾ ഒരു ചോദ്യം വരിക, മക്ക വിജയത്തോടു കൂടി എന്താണ് സംഭവിച്ചതെന്ന് ഈ പറഞ്ഞത് എഴുതിയാൽ മതി. അഖ്ബറഹു തആല, അള്ളാഹു തആല നബിയോട് പറഞ്ഞു കൊടുത്തു, ബിമഖ്തറബ ബിനൽ ഫത്ഹി, വിജയത്തിനാലും വന്നശ്രീ സഹായത്തിനാലും അടുത്ത ഒന്നുകൊണ്ട്. അഖ്ബറഹു തആല അല്ലേ, അള്ളാഹു നബിയോട് സഹായം മക്ക വിജയം അടുത്തിട്ടുണ്ടെന്ന് അറിയിച്ചു കൊടുത്തു.
വാമറഹു അള്ളാഹ് നബിയോട് കൽപ്പിച്ചു ഇന്ത മുആയനത്തി ദാലിക്ക അത് കാണുന്ന സമയത്ത് നേരിട്ട് കാണുമ്പോൾ ബിദിക്കിരി വശുക്കിരി ദിക്ർ ചെല്ലാനും നന്ദി ചെയ്യാനും നബീനോട് അള്ളാഹ് കൽപ്പിച്ചു. അപ്പോൾ അതൊരു ചോദ്യമായിട്ട് വരുന്നുണ്ട്, എന്താണ് അള്ളാഹ് നബിയോട് കൽപ്പിച്ചത്? അപ്പോൾ നേരിട്ടതിനെ കാണുമ്പോൾ ദിക്ർ ചെല്ലാനും നന്ദി ചെയ്യാനും അള്ളാഹു നബിയോട് കൽപ്പിച്ചു. ഇനി തഫ്സീർ ആദി സൂറത്തി നമ്മൾ നേരത്തെ തഫ്സീർ പറഞ്ഞു, എന്നാലും ഇതിൻ്റെ തഫ്സീർ ഒന്നും കൂടി നോക്കാം. തഫ്സീർ ആദി സൂറത്ത്, ഈ സൂറത്തിൻ്റെ വ്യാഖ്യാനം. ഇദാ ജാ നസ്റുല്ലാഹി വെച്ചാൽ എന്താ അർത്ഥം? ഇദാ ഹസ്റലക്കൻ നസ്ർ മിനല്ലാഹി അലാ ഖുറൈശിൻ, ഖുറൈശികൾക്കെതിരെ അള്ളാഹിൻ്റെ സഹായം തങ്ങൾക്ക് ലഭിച്ചാൽ. വൽ ഫതഹു എന്ന് വെച്ചാൽ ഫതഹു മക്കയാണ്. ഉമ്മുൽ ബിലാദി വ ഖിബിലത്തുൽ ഇബാദി, നാടുകളുടെ മാതാവും അടിമകളുടെ കിബിലയുമായ മക്ക വിജയിച്ചാൽ, മക്ക വിജയം ഉണ്ടാവുകയും ചെയ്താൽ. അതുപോലെ തന്നെ വറായിത്തന്നാസ എന്ന് വെച്ചാൽ വറായിത്തന്നാസ യായുഹൻ നബി, അല്ലയോ നബിയെ അങ്ങ് ജനങ്ങളെ കാണുകയും ചെയ്താൽ. യദ്ഖുലൂന ഫീ ദീനില്ലാഹി ഐ യദ്ഖുലൂന ഫീ ദീനില്ലാഹിൽ ഇസ്ലാമാകുന്ന അള്ളാഹിൻ്റെ മതത്തിൽ ജനങ്ങൾ കടക്കുന്നതായിട്ട് അങ്ങ് കാണുകയും ചെയ്താൽ. അഫ്വാജ് എന്ന് വെച്ചാൽ സംഘമായിട്ട്, ജമാഅത്തിൻ എന്നാണ്, സംഘമായിട്ട് കടന്നു വരുന്നതായിട്ട് അങ്ങ് കാണുകയും ചെയ്താൽ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക ഫനസ്സി റബ്ബക മുതലബിസം ബിഹംദി, അതായത് അപ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അങ്ങ് അവനെ പരിശുദ്ധനാക്കുക. നസ്സി എന്ന് വെച്ചാൽ പരിശുദ്ധൻ, സബ്ബിഹ് പരിശുദ്ധനാക്കുക. റബ്ബക അങ്ങോട്ട് റബ്ബിനെ മുതലബിസം ബിഹംദിഹി അള്ളാഹുവിനെ സ്തുതിക്കലുമായി ബന്ധിച്ച് പറഞ്ഞ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നീ അങ്ങ് അവനെ പരിശുദ്ധനാക്കുക. വസ്തഗ്ഫിറുഹു എന്ന് വെച്ചാൽ അള്ളാഹിനോട് അങ്ങ് പൊറുക്കൽ തേടുക. വത്ലുബ് മിൻഹുൽ മഗ്ഫിറത്ത അവനോട് അങ്ങ് പൊറുക്കൽ തേടുക. ഇന്നഹു കാന തവ്വാബ തീർച്ചയായും അള്ളാഹു അങ്ങയുടെ റബ്ബ് കാന കസീറ തൗബത്തി അല തായിബീന തൗബ ചോദിക്കുന്നവർക്ക് ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ്. അപ്പോൾ തൗബത്തു മിനല്ലാഹി തആല, അപ്പോൾ അള്ളാഹ് തൗബ ഇന്നഹു കാന തവ്വാബ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? തൗബയുടെ അർത്ഥം അള്ളാഹു എന്നുള്ള തൗബ എന്ന് വെച്ചാൽ ബിമാന കബൂൽ തൗബത്തി തൗബ സ്വീകരിക്കുക എന്ന അർത്ഥത്തിനാണ്. അള്ളാഹു തൗവാബ എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൂടുതൽ തൗബ സ്വീകരിക്കുന്നവനാണ്. നമ്മൾ അടിമകളിലേക്ക് ചേർക്കുമ്പോൾ തൗബ ചെയ്യുന്നവനാണ് എന്ന അർത്ഥത്തിനാവും. ഇനി അതിൻ്റെ മൊത്തത്തിലെ അർത്ഥം ഈ പറഞ്ഞത് മൊത്തം ഒന്ന് പറയണം. ഇദാ ഹസ്റലക നസ്റു മിനല്ലാഹി അലാ ഖുറൈശിൻ വഫതു മക്കത ഉമ്മുൽ ബിലാദി ഖിബലത്തുൽ ഇബാദി, ഖുറൈശികൾക്കെതിരിൽ അങ്ങേക്ക് സഹായമുണ്ടാവുകയും നാടുകളുടെ മാതാവും അടിമകളുടെ കിബിലയുമാകുന്ന മക്ക വിജയമുണ്ടായാൽ. വറായത്തന്നാസ യാ അയ്യുഹൻ നബി യദ്ഖുലൂന ഫീ ദീനില്ലാഹി ഇസ്ലാമി ജമാഅത്തിൻ ബാദമാ കാനു യദ്ഖുലൂന ഫീ ഫർദൻ വ മസ്ന. ഓ നബിയെ, ജനങ്ങൾ ഒറ്റയും ഇരട്ടയുമായി ഇസ്ലാമിൽ കടന്ന ശേഷം സംഘമായി അവർ ഇസ്ലാം മതത്തിൽ പ്രവേശിക്കുന്നതായി അങ്ങ് കാണുകയും ചെയ്താൽ. ഫനസ്സി റബ്ബക അമ്മാ ലാ യലീഖു ബി ജലാലിഹി എന്ന് വെച്ചാൽ അവൻ്റെ അള്ളാഹിൻ്റെ മഹത്വത്തോട് യോജിക്കാത്ത കാര്യത്തെ തൊട്ട് നീ അങ്ങ് റബ്ബിനെ വാഴ്ത്തുക. വാസിനി അലഹി ബിമാ യസ്തഹിഖുഹു മിന സനായി മുതലബിസം ബിഹംദിഹി ബി അജലിൽ മഹാമദി, ഏറ്റവും മഹത്തായ പുകഴ്ത്തലുകളെ കൊണ്ട് സ്തുതിക്കലോടുകൂടി അവനോട് അർഹിക്കുന്ന കീർത്തനം കൊണ്ടങ്ങ് പുകഴ്ത്തുക. വത്ലുബ് മിൻഹുൽ മഗ്ഫിറത മിൻ കുല്ലി മാ ലാ യലീഖു ബി മൻസിബിക, നിന്റെ മഹത്തായ സ്ഥാനത്തോട് യോജിക്കാത്ത മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നീ അവനോട് പൊറുക്കൽ തേടുക, അങ്ങ് അവനോട് പൊറുക്കൽ തേടുക. അപ്പോൾ നീ എന്നോടത്ത് അങ്ങെന്നാക്കുക. വത്ലുബ് മിൻഹു അള്ളാഹിനോട് അങ്ങ് പൊറുക്കൽ തേടുക, മഗ്ഫിറത്ത് തേടുക. മിൻ കുല്ലി മാ ഒന്ന് മുഴുവത്തിൽ നിന്നും ലാ യലീഖു ബി മൻസിബിക അങ്ങയുടെ ഉന്നത സ്ഥാനത്തോട് യോജിക്കാത്ത മുഴുവൻ കാര്യങ്ങളിൽ നിന്നും. വൈൻ കുന്ത അദീമ ദംബീലി ഇസ്മത്തിക, അങ്ങയുടെ ഇസ്മത്തിൻ്റെ കാരണം അങ്ങ് ദോഷത്തെ തൊട്ട് ദോഷമില്ലാത്തവനാണെങ്കിലും ശരി, അങ്ങയുടെ പാപസുരക്ഷിതത കാരണം അങ്ങ് ദോഷം ചെയ്യാത്തവനാണെങ്കിലും ശരി, അങ്ങ് എന്ത് ചെയ്യുക? അങ്ങയുടെ സ്ഥാനത്തിനോട് യോജിക്കാത്ത മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അള്ളാഹിനോട് പൊറുക്കൽ തേടാൻ. അപ്പോൾ നബി തെറ്റ് ചെയ്തിട്ടല്ല, അങ്ങയുടെ മഹത്തായ സ്ഥാനത്തോട് യോജിക്കാത്ത മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അങ്ങ് അവനോട് പൊറുക്കൽ തേടുക. കാരണം ഇന്നഹു തആല കാന കസീറ തൗബത്തി അല തായിബീൻ, തീർച്ചയായും അള്ളാഹു തൗബ ചെയ്യുന്നവരുടെ തൗബ സ്വീകരിക്കുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത്. ഇനി ഗ്രാമർ ചർച്ച ഹുറൂഫുൽ ജറാണ് കേട്ടോ, ജറിൻ്റെ അക്ഷരങ്ങൾ. യുജറുൽ ഇസ്മു ഇദാ സബഖു അർഫം മിനൽ ഹുറൂഫിൽ ജരീന്ന്, ജറിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒന്ന് ഇസ്മിൻ്റെ മുമ്പ് കടന്നാൽ അത് ഇസ്മിന് ജറ് ചെയ്യുന്ന. ഒമിൻഹ അതിൽപ്പെട്ടതാണ് ബാ, ഫി, അന്ന്, മിന്ന്, അല, ലാം. ബാ, ഫി,
അന്ന്, മിന്ന്, അല, ലാം. ഇവിടെ 6 പറഞ്ഞിട്ടുള്ളൂ. ജറിൻ്റെ അക്ഷരങ്ങൾ ബാ ഉണ്ട്, ഫീ ഉണ്ട്, അന്നുണ്ട്, മിന്നുണ്ട്, അലയുണ്ട്, ലാമുണ്ട്. ഇവ ഒന്ന് ഉദാഹരണം നോക്കാം. അല്ല അംശ ഉദാഹരണങ്ങൾ. ജറിൻ്റെ അക്ഷരം മജ്റൂറും ഇസ്മുൽ മജ്റൂറൊക്കെ പറഞ്ഞു. ഇവിടെ ബിദിക്കിരി എന്ന് പറഞ്ഞപ്പോൾ ബാ ആണ് ഇവിടെ ജറിൻ്റെ അക്ഷരം, അദിക്കിരിയാണ് മജ്റൂർ. ഫിദ്ദീനി ദീനി എന്നതിൽ ഫീ ആണ് ജറിൻ്റെ അക്ഷരം, അദ്ദീനി എന്നുള്ള മജ്റൂർ. അൻ ഫത്തഹ് വെച്ചാൽ അന്നാണ് ഇവിടെ ജാറ്, ഫത്തഹ് മജ്റൂറാണ്. മിൻ അലാം വെച്ചാൽ മിൻ അവിടെ ജാറാണ്, അലാമ് മജ്റൂറാണ്. അലാ ഖുറൈഷിൻ അല എന്നുള്ളതാണ് ജാറ്, ഖുറൈഷ് എന്നുള്ളത് മജ്റൂർ. ലില്ലാഹി എന്നതിൽ ലാമാണ് ജറിൻ്റെ അക്ഷരം, അള്ളാഹി എന്നുള്ളത് മജ്റൂറാണ്. അപ്പോൾ ജർ ചെയ്യുന്ന അക്ഷരം ഇവിടെ ഓരോൻ്റെ ബിദിക്രി ദിക്ർ കൊണ്ട്, ഫിദ്ദീനി ദീനിൽ, അൻഫത്തി വിജയത്തെ തൊട്ട്, മിൻ അലാമിൻ അലാം അടയാളത്തിൽപ്പെട്ടത്, അലാ ഖുറൈഷിൻ ഖുറൈശികളുടെ മേൽ, ഇല്ലാഹി അള്ളാഹുവിനിക്ക്. അപ്പോൾ അർത്ഥങ്ങൾ അതനുസരിച്ച് മാറും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.